So അതായത് when an electromagnetic wave fall on a body, one part of it is transmitted and the another part is reflected back. If let's consider R is the reflectance and T is the transmittance, then the total value, that means R plus T is equal to 1. എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? Or we can write it as R plus T is equal to 1 means that it is 100%. That means the total wave or the total incident wave at any point is equal to the summation of transmission and also the summation of the reflection. ഒരു വേവ് ഒരു പ്ലെയിനിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നോർമലായി വന്ന് വീണ് കഴിഞ്ഞാൽ നോർമൽ ഇൻസിഡൻസിൻ്റെ കേസിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഐ എന്ന് പറയുന്നത് ആർ പ്ലസ് ടി ആയിരിക്കും. ഓർ ആർ പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റ് മുഴുവനും റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും അണ്ടർഗോ ചെയ്യും. ഒരു എക്സാമ്പിള് ഇതിൻ്റെ തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്ത് വന്നത്, എയറിൽ നിന്ന് ലൈറ്റിന് ഇപ്പം എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണിരിക്കട്ടെ, ദാറ്റ് ഈസ് 1. ആൻഡ് then let's consider glass, and for glass N2 is equal to 1.5, and the electromagnetic wave is passing from air to glass interface, and one part of the electromagnetic wave is traveled through the second medium through the z axis, and one part of the wave is reflected back. Then we find out the reflectance and transmitted. The percent of reflectance obtained as R is equal to 0.04 and T is equal to 0.96. By adding this two quantity, we obtain it as 1. Therefore, R plus T is equal to 1 for every incident of electromagnetic radiation by 90 degree, or for every normal incidence of the electromagnetic wave. Clear ആയോ? അതാണ് അതിൻ്റെ അവസാന സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. That means the total amount of the wave incident at any interface is equal to the reflection wave plus the transmitted wave. So R plus T is equal to 1. അതിന് നമ്മളൊരു എക്സാമ്പിളും കൂടെ എഴുതി നമ്മളിപ്പോൾ എഴുതിയ എസ്സേ കംപ്ലീറ്റ് ചെയ്യാം. For air, N1 is equal to 1 and N2 is equal to 1.2. We can substitute. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതിൻ്റെ വാല്യൂ കിട്ടും കേട്ടോ. We can substitute back to R and T. Then we obtain R is equal to 0.04, T is equal to 0.96. നോക്കിയാൽ 1ൽ 0.96 എന്ന് പറഞ്ഞാൽ ഏകദേശം 96% മുകളിലായി അല്ലേ? അത്രയും ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും. ബിക്കോസ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അപ്പം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് നോർമൽ ഇൻസിഡൻ്റ് ആയിട്ട് ഒരു ലൈറ്റ് റേ വീണ് കഴിഞ്ഞാൽ, അല്ലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വീണ് കഴിഞ്ഞാൽ, അത് 100% റിഫ്ലക്ഷൻ പ്ലസ് ട്രാൻസ്മിറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബിനിലെ ക്ലിയർ ആയോ? ഇതോടെ എഴുതി വേണം അത് നിർത്താൻ. ഹലോ. So the next heading is reflection and transmission of the electromagnetic wave at oblique incidence. Reflection and transmission at oblique incidence. കാര്യങ്ങൾ മാറിയല്ലേ? ഇതുവരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നോർമലായി വന്ന് വീഴുന്ന കണ്ടീഷൻ. ഇപ്പൊ പറയാൻ പോണത് ഇനി ഇറ്റ് ഈസ് ആൻ ഒബ്ലിക് ഇൻസിഡൻസ്. ഇതിപ്പോ നമ്മളുടെ 3 ആക്സിസുകളാണ് ഇരിക്കട്ടെ.
This is board and the projection. That means let's consider this is our z-axis. This is our x node. This is our x-axis. This is our y-axis. And this is the axis of incident. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ XY plane എടുക്കാം വേണമെങ്കിൽ XY plane. That is the plane of incidence. കഴിഞ്ഞ ദിവസം ആ വര നിങ്ങൾ നോട്ട് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എക്സിനും പാരലായിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കണം. എക്സിന് പാരലായിട്ട് ഇങ്ങനെയും വരയ്ക്കും, വൈക്ക് പാരലായിട്ട് നമ്മൾ ഇങ്ങനെയും ലൈൻസ് വരച്ചാൽ ഈ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഓറഞ്ച് ലൈൻസ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത പ്ലെയിനിലാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. ഓക്കെ, അത് മായ്ച്ച് കളയാല്ലേ, എല്ലാവരും കൺഫ്യൂഷൻ ആവും. So this is a place of incident. Now consider the electromagnetic wave which is incident to our, let's consider this is a point of origin O. Consider an electromagnetic wave which comes from the XY plane. XY plane എന്ന് പറഞ്ഞാൽ എക്സ് ഞാൻ അങ്ങോട്ടാണ് വരച്ചത് നേരെ താഴേക്ക്, വൈ ഞാൻ എൻ്റെ ഇങ്ങോട്ടാണ് വരയ്ക്കണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാവും. ദാറ്റ് മീൻസ് ഈ ഞാനിരിക്കുന്നിടത്ത് നിന്ന് ബോർഡറിലോട്ട് പോകും. കുറച്ച് ചിന്തിക്കണം. അപ്പം അതിനെന്നാ പറ്റും, അങ്ങനെ അങ്ങ് പോകുമ്പം അതിന് വൈ കമ്പോണൻറ്റും ഉണ്ട്, ഈ ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്യുമ്പം എക്സ് കമ്പോണൻറ്റും ഉണ്ട്. ബട്ട് ദർ ഇസ് നോ ഇസഡ് കമ്പോണൻറ്റ്. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ ഇൻസിഡൻറ്റ് വേവ്. ലെറ്റ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I, and it make an angle theta I with the z-axis. Then this is the theta I is the angle of incidence. Now consider one part of the wave is reflected by the law of reflection. Obeying the law of reflection, that means theta I is equal to theta R. Then here this is the angle of reflection theta R, and a part of the wave is transmitted to the second medium with an angle theta transmitted, theta T. Now consider this is the first medium, this is the second medium with the two refractive index N1 and N1, N2 with the two propagation constants K1 and K2. Now consider the incident wave. The incident wave, this one, is fall on the XY plane. That means it is perpendicular to the z-axis. Now let's consider here Ki, that is the propagation constant of the incident wave. Kt is the propagation constant of the transmitted wave. Kr is the propagation constant of the reflected wave. So, ഇതുവരെ നമ്മൾ ഇതിനു മുമ്പ് ഏതാ പറഞ്ഞുകൊണ്ടിരുന്നത്, നോർമൽ ഇൻസിഡൻസ് ആയിരുന്നു അല്ലേ. ഹിയർ ഇറ്റ് ഈസ് ആൻ ഒബ്ലിക് ഇൻസിഡൻസ്. Oblique incidence of the electromagnetic wave. And Griffith says that the normal incidence is a special case of oblique incidence. ശരിയല്ലേ? Because of that, we can write it as when theta I equal to 0, the oblique incidence become normal incidence. അങ്ങനെയാണ് ഇത് എഴുതി തുടങ്ങുന്നത്.
First we consider the oblique incidence. In the previous section, we discussed the normal incidence. But in that case, there is no change in the axis. There is no change in theta or angle. If this angle of incidence is equal to 0, then we can say that it is a straight line coming from this minus x dash. Or ഇപ്പൊ നമ്മൾ ഇത് ഇസഡിലോട്ടാണ് വരച്ചിരിക്കുന്നത്. ഇസഡിൽ നിന്ന് തീറ്റ ഐ ഇങ്ങോട്ടുണ്ടെങ്കിൽ തീറ്റ ഐ 0 ആണെങ്കിൽ ഈ ലൈൻ എങ്ങനെ കടന്നോളും? ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് കടന്നോളും. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? ഇറ്റ് കമ്മിങ് സ്ട്രൈറ്റ് ലൈൻ ടു ദാറ്റ് ആക്സിസ്. ഇതിന്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, ഒരു പാർട്ട് ഇതിലൂടെ അങ്ങോട്ട് കടന്നു പോകും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് the normal incidence is a special case of oblique incidence. If the theta I or angle of incidence is equal to 0, then we can say that that is a normal incidence. Clear? Binile, manaslayille? Now consider the monochromatic wave, which is incident at an angle theta I with the z-axis along the propagation direction ki. Then ei at any position rt. ei of rt എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇന്നാളെ എഴുതി കാണിച്ചായിരുന്നു. ei of zt എന്നല്ലേ? അപ്പെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിൽ ഒരു വേവ് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന പൊസിഷൻ വാല്യൂ ആണ് ഇസഡ്, അവിടുത്തെ ടൈമാണ് ടി. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ആറായി? ഇത് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഇസഡ് കമ്പോണന്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം? ഈ ആറിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നാണ്. ശരിയല്ലേ? ദെൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിലെ എക്സ് കമ്പോണന്റ് വേണം, വൈ കമ്പോണന്റ് വേണം, ഇസഡ് കമ്പോണന്റ് വേണം. സോ ഈയുടെ ഇക്വേഷൻ പറഞ്ഞ ഇ ഇസ് ഈക്വൽ ടു ഇ സീറോ, ഐ ആയതുകൊണ്ടായി e raised to I into നമ്മളുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു പിന്നിലെ? e raised to I into വേവ് ഇക്വേഷൻ. അർത്ഥന വേവ് ഇക്വേഷൻ പറഞ്ഞു മൈനസ് k1 z മൈനസ് മൈനസ് എവിടുന്ന് വന്നു? k1 അല്ല, k1 z മൈനസ് k1 അല്ല, ki z മൈനസ് ഒമേഗ ടി അല്ലേ? പോവരുത്. ഇവിടെ ഇസഡ് ഡയറക്ഷൻ ആണെന്നാണോ ഞാൻ ഇവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഓരോ നോക്കിയാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി എഴുതാൻ പറ്റും. ഇവിടെ ഇസഡ് മാത്രമേ ഉള്ളൂ? ഇല്ല സാർ, എക്സും വൈ ഇസഡും ഉണ്ട്. എക്സും വൈയും ഇസഡും. വെരി ഗുഡ്. അപ്പൊ എന്നാ പറ്റുമെന്ന് ചോദിച്ചാല് the equation become e raised to I into ki dot vector r. Clearly? K dot r minus omega t. അപ്പൊ ആ ഒരു വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെയാന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞു. അത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് അർത്ഥം മനസ്സിലാക്കി ഇരുന്നാൽ മതി. സോ ബി ഐ ഓഫ് ആർ ടി എങ്ങനെ എഴുതാം? അതുപോലെ തന്നെ ബി സീറോ ഐ ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഐ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എഴുതാം. ശരിയല്ലേ? ഇനി ഈ ബീനെ വിയുടെ ടേമിൽ നമ്മൾ എങ്ങനെ എഴുതാം? ബിയും ഇയും തമ്മിലുള്ള റിലേഷൻ അർത്ഥന, ബിയും ഇയും തമ്മിലുള്ള റിലേഷൻ B0 is equal to E0 by C. 1 by C E0. അപ്പൊ നമുക്ക് അതിനെ ഇവിടെ തന്നെ എങ്ങനെ എഴുതാം? 1 by C ഇൻറ്റു സിക്ക് പകരം ഇതൊരു വെലോസിറ്റി ഉള്ള മീഡിയത്തിലൂടെ അല്ലേ വന്നത്? ഒരു മീഡിയ, വാക്കുവല്ല. സോ ബി ഇസ് ഈക്വൽ ടു 1 by V ഇൻറ്റു ഇ ആവും.
So 1 by EV into E0I e raised to I into Ki dot R minus omega t. ശരിയല്ലേ? ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്നാണ്? E തന്നെയാ അല്ലേ? So that is equal to 1 by ഇവിടെ V1 കൊടുക്കാം. ഫസ്റ്റ് മീഡിയത്തിലാണ് ഇൻസിഡന്റ് മീഡിയം വേവ് തന്നെ. സോ 1 by V1 ഞാൻ K എന്ന് കൊടുക്കാം. KI ക്രോസ് EI. ഇവിടെ കിടന്ന ഇനെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇലക്ട്രിക് ഫീൽഡാണ് ഇ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ എന്നാ പറ്റും? പെർപെൻഡിക്കുലർ ആവും അല്ലേ? ബോത്ത് ഇ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കൊടുത്താൽ മതിയില്ലേ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെങ്ങനെ ആയിക്കോളും? 90 ഡിഗ്രി ആണെങ്കിൽ 1 by V1 into K into E, that is equal to E0I into E raised to I into Ki dot R minus 1. So we can write it as B is equal to 1 by V1 Ki cross EI, where Ki is the direction of propagation. Unit vector, unit vector in the direction of propagation, and EI is the value of this vector. Then 1 by V1, where V1 is the velocity of the incident wave. So Vi of RT. So ഇവിടെ ഒരു equation, both are take it as നമ്മൾ 28 എഴുതി നിർത്തിയേ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 29 കൊടുത്തു തരും. ഒരുമിച്ചൊന്ന് എഴുതി വെച്ചു. This one and this one. Equation വന്നത് ക്ലിയർ ആയില്ലേ? ആര്യ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇൻസിഡന്റ് വേവിന്റെ വേവ് ഇക്വേഷൻ നമ്മൾ എഴുതി. EI of RT is equal to E0I e raised to I into Ki dot R minus omega t, and BI of RT is equal to 1 by V1 Ki cross EI. Now റിഫ്ലക്റ്റഡ് വേവിന്റെ എഴുതിക്കുക എല്ലാവരും തന്നെ. റിഫ്ലക്റ്റഡ് വേവിന്റെ ഇതിന് പകരം റിഫ്ലക്ഷൻ കൊടുക്കുക. റിഫ്ലക്റ്റഡ് ആകുമ്പം എന്നാ പറ്റും? 6 ആകുമ്പത്തേന് 6ന്റെ വാല്യൂ കൊടുക്കണം. അങ്ങനെ ഒരു വ്യത്യാസം മാത്രം. സോ പറയാവോ അർത്ഥന? സർ ER ഹലോ പറഞ്ഞോ. ER ബ്രാക്കറ്റില് സ്മോൾ rt ഈക്വൽ ടു E0 R e raised to I into ബ്രാക്കറ്റിനകത്ത് സ്മോൾ rt. അല്ല, ഒരു ഇച്ചിരി സമയം തരാം, ഞാനും കൂടെ എഴുതി വരട്ടെ. ER RT at reflection is equal to E0R e raised to I into minus K1 minus K1 അല്ല KR. അതെന്നാന്ന് ചോദിച്ചാല് മൈനസ് K നമ്മൾ ഇങ്ങനെ പോയി ചെന്ന ചെയ്തു, ആ വേവ് അതിലൂടെ തന്നെ തിരിച്ചു വന്നു അല്ലേ? ശരിയല്ലേ? കറക്റ്റ് നോർമലായിട്ട് ഇടിച്ച് റിഫ്ലക്റ്റഡ് സെയിം വേയിൽ വന്നപ്പോഴാണ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷന് പകരം മൈനസ് ഇസഡ് ഡയറക്ഷനിലേക്ക് പോകുന്നപ്പോൾ നമ്മൾ എന്തെടുത്തു? കെയ്ക്ക് എന്നാന്നെടുത്തു? ഇവിടെ പക്ഷെ കെ അല്ലെ മൈനസ് ഇസഡ് ഡയറക്ഷനിലേക്ക് മാത്രം എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഇസഡിന്റെ മൈനസ് ആണെങ്കിലും മറ്റൊരു ആക്സിന്റെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ബിക്കോസ് ഇവിടെ ആർ എന്ന് പറയുന്ന ജനറൽ വെക്ടർ അനുസരിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണേ. സോ ജസ്റ്റ് ലീവ് ദാറ്റ് നെഗറ്റീവ് സൈൻ. Then KR K1R minus K1 ഇടണോ? നമ്മളിവിടെ KI എന്ന് ഇട്ടു. KR മതി റിഫ്ലക്ഷൻ.
ഫസ്റ്റ് മീഡിയത്തിലെ റിഫ്ലക്ഷൻ. K1 എന്ന് വേണമെങ്കിൽ ഇട്ടാലും തെറ്റൊന്നുമില്ല കേട്ടോ. KR into small r minus omega t. into R minus omega t. Omega t. ഒരു കാർത്തി ഇല്ലായിരുന്ന ക്ലാസ്സിൽ? അല്ല, ഒരു കാർത്തികയാ. കീർത്തി സോറി ആ, സി. കീർത്തി ER പറഞ്ഞ BR ഓഫ് RT പറഞ്ഞേ. BR of RT. നീ എല്ലാ B0 സ്റ്റെപ്പും എഴുതണ്ട, ഇത് വെച്ച് പറഞ്ഞാൽ മതിയോ. 1/V1 സെയിം മീഡിയം തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോരുന്നു. 1/V1 KR യൂണിറ്റ് വെക്ടർ cross ER. അതിന് പുതിയ ഇക്വേഷൻ കൊടുക്കണം. ഇതിനകത്ത് നിന്ന് കറസ്പോണ്ടിങ് ആയ റിഫ്ലക്ഷൻ വേവിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത്. ചെറിയ കാര്യമല്ല, തന്നെ എഴുതാൻ പറ്റില്ല, അത് തന്നെ ഭാഗ്യം. ദെൻ ട്രാൻസ്മിറ്റഡ് വേവ് അഗെയിൻ കീർത്തി പറഞ്ഞേ. ട്രാൻസ്മിറ്റഡ് വേവ് ET of RT. ET of RT E0T. E0T E raised to I to I into KTR minus omega T. Then പറഞ്ഞോ. BT of RT the wave is equal to B0T. അല്ല, അങ്ങനെ എഴുതണ്ടല്ലോ. ഫൈനൽ ഫോം നമ്മുടെ ഉണ്ടല്ലോ 1/V. അത് വെച്ച് പറഞ്ഞു 1/V2. വെരി ഗുഡ്. V1 is converted to V2. സെക്കൻഡ് മീഡിയത്തിലോട്ടായല്ലേ. ഒരു മിനിറ്റ്, സ്ക്രീനിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഇത് വന്നു. One by V2 KT യൂണിറ്റ് വെക്ടർ ET. ക്രോസ് എന്ത് ചെയ്യടോ? ക്രോസ് പ്രൊഡക്റ്റ്. Cross ET. ഇത് ക്രോസ് ആകട്ടെ. ഇതും അയ്യോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ B എഴുതുമ്പോ Eക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അതുകൊണ്ടാണ് B എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് കൊടുക്കണം. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം A ക്രോസ് B എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റ. 90 ആംഗിളാണ് A ക്രോസ് B AB ആകുന്നത്. 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെന്ന് അറിയിക്കാൻ ഇവിടെ ക്രോസ് KT ക്രോസ് ET. This is equation number 29. This is equation number 30. These two are equation number 31. ഇവിടെ വരെയും ക്ലിയർ അല്ലേ ബിനിൽ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ക്ലിയർ ആണ്. നമ്മൾ ഇയും ബിയും റെപ്രസെന്റ് ചെയ്തു. then it's incident component, reflected component and transmitted component. സാർ ചോദിച്ചോ. സാർ അപ്പൊ കേൾക്കാലോ അല്ലേ? നൗ ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇപ്പം പ്രൊപ്പഗേഷൻ വെക്ടർ KI is the propagation vector of incident wave. KR is the propagation vector of reflected wave. KT is the propagation vector of transmitted wave. Let's consider these three waves, അതായത് incident, reflected and transmitted. All these waves have same frequency. ഫ്രീക്വൻസി ഏതാ? നമുക്ക് ഒമേഗ ആയിട്ട് എടുക്കാം. ഒമേഗ ഈക്വൽ ടു കെയുടെ ടൈമിൽ ഒമേഗയുടെ ഇക്വേഷൻ V into K അല്ലേ? ഒമേഗ ഈക്വൽ ടു VK. സോ ഒമേഗ ഈക്വൽ ടു VK ഈക്വൽ ടു ഇൻസിഡന്റ് വേവിന്റെ ആണെങ്കിലോ V1 KI ഈക്വൽ ടു V1 KR equal to V2 KT. So that is equal to the മൂന്നും മാത്രം നമുക്ക് in this case ഞാൻ ജനറൽ ആയിട്ട് എഴുതിയിരുന്നായിരുന്നു. ആണെങ്കിൽ KI V1 equal to KR V1 equal to KT V2.
എഴുതാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആര്യ ശരിയല്ലേ? ഒന്ന് ഞാനൊന്ന് ഇന്റർചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇങ്ങോട്ട് എഴുതിയതിന് പകരം അപ്പുറത്തോട്ടും തിരിച്ചെഴുതി. ആര്യ കേൾക്കാവോ? ആര്യ ഹലോ. ഇനി ഇതിനെ ഒരു K1 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാവും? V1 ഈക്വൽ ടു V2 സോറി V1 ഈക്വൽ ടു ഒരു V1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പം അപ്പോഴേ കിട്ടുള്ളൂ. KI ഈസ് ഈക്വൽ ടു KR ഈസ് ഈക്വൽ ടു V2 by V1 into KT or KI is equal to KR is equal to N1 by N2 into KT. ശരിയല്ലേ? That's it. Equation number 32. നമുക്ക് V എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? N equal to C by V. V equal to C by N. അപ്പോൾ ഇതിനെ എന്നാ ചെയ്യാം? C by N2 divided by C by N1 into KT. ഇവിടെ ഇത് മോളിൽ പോവും. അപ്പോൾ N1 by N2 into KT. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് വിത്ത്. നോക്കിയേ, ഇൻസിഡന്റ് വേവിന്റെയും റിഫ്ലക്റ്റഡ് വേവിന്റെയും പ്രൊപ്പഗേഷൻ വെക്ടർ KI ആണ് KI, KR ആണ് KR. അതിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. പക്ഷെ KT എന്നാ പറ്റി? ഫസ്റ്റ് മീഡിയയിൽ നിന്ന് സെക്കൻഡ് മീഡിയയിലേക്ക് ആ വേവ് പോയി അല്ലേ? തീറ്റ ടിയുടെ ടൈമിൽ, ട്രാൻസ്മിറ്റർ ടൈമിൽ അടുത്ത മീഡിയത്തിലേക്ക് പോയി. അപ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെങ്കിൽ N1 by N2 ഓഫ് പ്രൊപ്പഗേഷൻ വെക്ടർ ഇൻ ട്രാൻസ്മിറ്റൻസ് ആയിരിക്കും പ്രൊപ്പഗേഷൻ വെക്ടർ ഇൻ റിഫ്ലക്ഷൻ ആൻഡ് ഓൾസോ ഈക്വൽ ടു ദ പ്രൊപ്പഗേഷൻ വെക്ടർ ഓഫ് ദ ഇൻസിഡന്റ് വേവ്. ഇതാണ് ഇനി നമുക്ക് പറയേണ്ടത് ഇൻ ദ കേസ് ഓഫ് പ്രൊപ്പഗേഷൻ വെക്ടർ. ആദ്യം നമ്മൾ 3 കേസിലെയും ജനറൽ വേവ് ഇക്വേഷൻ എഴുതി. നൗ കൺസിഡർ, ഇവിടുന്ന് അങ്ങ് എഴുതി തുടങ്ങിയാൽ നൗ കൺസിഡർ ദ പ്രൊപ്പഗേഷൻ വെക്ടേഴ്സ് KI, KR, KT ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 32 ഇക്വേഷൻ നമ്പർ 32ലേക്ക് എത്തിക്കുക. ഇനി ഇലക്ട്രിക് ഫീൽഡിനെയും കമ്പൈൻ, സെന്റൻസ് വായിക്കണം. കമ്പൈൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മീഡിയം 1. അത് ഏതൊക്കെയാ ഉള്ള മീഡിയം 1-നകത്ത്? ഈ I ഉണ്ട്, ഈ R. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് BI പ്ലസ് BR. അത് രണ്ടും ഫസ്റ്റ് മീഡിയത്തിലേക്കാണെങ്കിൽ കമ്പൈൻ E ആൻഡ് B must be joined with ET and BT in medium 2. 1 എഴുതി വട്ടയിടുക, പടത്ത ചെയ്ത്. അപ്പൊ 1 എന്നും ഇവിടെ 2 എന്ന് എഴുതി അത് വട്ടത്തിലിട്ടാണ്. അപ്പൊ മീഡിയം 1-ലെ EIയും ERഉം ശരിയല്ലേ? അങ്ങോട്ട് പോയി ഇൻസിഡന്റും ആറും കൂട്ടുന്നത് ആ മീഡിയത്തിലെ ET ആണെന്നിരിക്കട്ടെ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിലെ BIയും BRഉം കൂട്ടുന്നത് ആ മീഡിയത്തിലെ BT ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? EI E0 e raised to I into KI dot R minus omega T plus E0 e raised to I into KR dot R minus omega T. That is equal to E0 e raised to I into KT dot R minus omega T. Question ശരിയല്ലേ? At XY plane or Z equal to 0. എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? ഈ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഫസ്റ്റ് മീഡിയത്തിലേക്ക് വരുന്നു. അതിൻ്റെ സമ്മേഷൻ ആ മീഡിയത്തിൻ്റെ അപ്പുറത്ത് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നുപോയ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ
വേവിന് തുല്യമാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാം? ഇങ്ങനെ എഴുതാം. അതായത് മീഡിയത്തിന് ഇപ്പുറം അപ്പുറം എഴുതുന്നതായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. ഈ വശത്തുള്ള ഇൻസിഡൻറ്റും ഉണ്ട്, ഇൻസിഡൻറ്റിൻ്റെ കമ്പൗണ്ട്, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത ആറിൻ്റെ കമ്പൗണ്ട്, ഇതിങ്ങോട്ട് പോയ ട്രാൻസ്മിറ്റൻസിൻ്റെ കമ്പൗണ്ട്. പിന്നില്ലേ, മനസ്സിലായോ? മനസ്സിലായോ സാർ? എന്നാ അതിൻ്റെ ബി അങ്ങ് പറഞ്ഞേ. ബി ഈക്വൽ ടു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മീഡിയം 1-ലെയും മീഡിയം 2-ലെയും. മീഡിയം 1-ല് B0 ഇവിടെ നിങ്ങൾ ഐയോടെ ഇടുമായിരുന്നല്ലേ, സോറി. അപ്പൊ ഇവിടെ ഒരു ഐ ഇടാം, ഇവിടെ ഒരു ആർ ഇടാം, ഇവിടെ ഒരു ടി ഇടാം. B0 I raised to I ki dot r minus omega t plus B0 r e raised to I into k dot r minus omega t is equal to B0 t into e raised to I into k dot r minus omega t. ശരിയല്ലേ? ഇത്രയും എഴുതിയിട്ടില്ല കേട്ടോ ടെക്സ്റ്റ് ബുക്കിലൊന്നും. നോക്കിക്കോണം, ഇത്ര എഴുതേണ്ട കാര്യമില്ല. ഇത്ര അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ജനറലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇ ആണേ ഇ, ബി ആണേ ബി. B0 അല്ലെ E0 e raised to I into k incident dot r minus omega t plus E0 e raised to I into k reflected dot r minus is equal to e raised to I into kt dot r minus omega. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് ഏത് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നാണ് ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഇവിടെ ഏത് വേണമെങ്കിലും പറ്റും, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ടേമുകൾ പറ്റും. അപ്പം ജനറലി ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക. ഇ റേസ് ടു ഐ ഇൻസിഡന്റിന്റെ കമ്പോണന്റ് പ്ലസ് റിഫ്ലക്റ്റഡിന്റെ കമ്പോണന്റ് ചെയ്യുമ്പം ട്രാൻസ്മിറ്റന്റെ കമ്പോണന്റ് കിട്ടും. ദാറ്റ് ഈസ് ബോത്ത് ഇൻ ദ കേസ് ഓഫ് മീഡിയം 1 and 2 ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഓൾസോ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് ഈ സെൻസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അത് എങ്ങനെ വന്നു എന്നാകാനാണ് ഞാൻ രണ്ടും എഴുതി വെച്ച് കോമൺ ആയിട്ട് ജനറലി ഇത് തിരിച്ചെഴുതി കാണിച്ചത്. ക്ലിയർ അല്ലേ? ഇപ്പം ബിന്നില്ലേ? ക്ലിയർ ആയി സാർ. ഓക്കെ. നൗ കൺസിഡർ നമ്മളുടെ വേവ് വെക്ടറിലേക്ക് പോവാം. ദ വേ വെക്ടർ ആർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടുത്തെ വെക്ടർ ആർ ഏത് ഡയറക്ഷനുള്ള ആറിന്റെ കമ്പോണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇൻസിഡന്റ് വേവ് ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏത് ആക്സിസിൽ വന്ന് വീഴുന്നാ പറഞ്ഞത്? നമ്മൾ ആദ്യം എടുത്തത് ഏത് പ്ലെയിനിൽ വീഴുന്നു എന്നാ എടുത്തത്? XY പ്ലെയിൻ. XY പ്ലെയിൻ. ഇൻ XY പ്ലെയിൻ അല്ലെങ്കിൽ ആ ജോയിൻ ചെയ്യുന്ന പോയിന്റില് we can write it as z is equal to 0. ശരിയല്ലേ? അല്ലെങ്കിൽ XY പ്ലെയിനിലെ ഇസഡിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി consider the dot product of R with respect to wave vector. Consider the dot product of k dot r നമ്മൾ എഴുതിയില്ല പലയിടത്തും, അതാണ് ഉദ്ദേശിച്ചത്. Dot product of wave vector k with r. Then ഇങ്ങനെയാണ് നമുക്ക് പറയുന്നത് ki dot r is equal to kr dot r is equal to kt dot r ആയിരിക്കും at z equal to 0. ശരിയല്ലേ? z equal to 0 എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന പോയിന്റില് അല്ലെ വന്ന് വീഴുന്ന പോയിന്റും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റും ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റിലും ആ പോയിന്റിലെ പ്രൊപ്പഗേഷൻ വെക്ടറിനെ ആ പോയിന്റിലെ വേവ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷന്റെ ആണെങ്കിലും ട്രാൻസ്മിഷന്റെ ആണെങ്കിലും ഇൻസിഡന്റിന്റെ ആണെങ്കിലും വാല്യൂ സെയിം ആയി. എങ്ങനെ ഇവിടുന്ന് ക്യാപിറ്റൽ ആർ വന്നു? ഇനി ഇതിന്റെ എക്സ് വൈ കമ്പോണന്റാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ കെന് വേണേ KXI പ്ലസ് KYJ പ്ലസ് KZK എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ടെക്സ്റ്റിലൊന്നും ഇല്ല, വേണേ ചുമ്മാ ഇങ്ങനെ നോക്കിക്കും. ആറിന് നമുക്ക് എങ്ങനെയാ RXI അല്ലെങ്കിൽ ആറിന് നമുക്ക് XI പ്ലസ്
yj plus zk എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സും വൈയും കമ്പോണന്റ് ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പം നമുക്ക് x ഇൻറ്റു kix plus y ഇൻറ്റു kiy ഈസ് ഈക്വൽ ടു റിഫ്ലക്ഷൻ്റെ x ഇൻറ്റു krx plus y into kry is equal to x into ktx plus y into kty. ഇതല്ലേ കെ ഡോട്ട് ആറിന് കമ്പോണന്റ് ആയിട്ട് എഴുതിയാൽ കിട്ടണേ ഹരി. കെ ഡോട്ട് ആറിനെ കെക്ക് പകരം കെ എക്സ് ഐ കെ വൈ ജെ കെ ഇസഡ് കെ. ഹരിക്ക് കേൾക്കാവോ? ഹരി മുമ്പേ വിളിച്ചപ്പോ ആ ഇതിനെ നമ്മൾ എക്സ് ഐ പ്ലസ് വൈ ജെ അപ്പൊ റെഡി ഇത് ഇങ്ങനെ കിട്ടൂലോ. ഇതിനെ കെ ഐ എക്സ് ഇൻറ്റു എക്സ് എന്ന് പകരം ഞാൻ തിരിച്ചെഴുതിയെന്നുള്ളൂ. ശരിയല്ലേ? അതായത് ആദ്യം എക്സിന്റെ ഇത് ഇവിടെ എഴുതിപ്പോയി ടെക്സ്റ്റിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നുള്ളൂ. ഇനി കൺസിഡർ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ മുമ്പേ എത്ര എഴുതിയേ? 33. ആ കെ ഐ ഈക്വൽ ടു കെ ആർ എന്നൊരു ഇക്വേഷൻ ഇല്ലായിരുന്നോ? ദാറ്റ് ഈസ് ഈക്വൽ ടു n1 ബൈ n2 ഇൻറ്റു കെ ടി എന്നുള്ള ഇക്വേഷൻ ഇല്ല. അത് 32 കൊടുത്തരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 33. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ if x is equal to 0 ഈ പോയിന്റിലെ എക്സിന്റെ വാല്യൂ 0 ആണെന്നിരിക്കട്ടെ. എക്സ് കോർഡിനേറ്റ് ഓർ എക്സ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എങ്ങനെയാവും? y പ്ലസ് അല്ലെ y ഇൻറ്റു കെ ഐ വൈ ഈക്വൽ ടു y ഇൻറ്റു കെ ആർ വൈ ഈക്വൽ ടു y ഇൻറ്റു കെ ടി വൈ. ഇനി ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തേ y കൊണ്ട്. കെ ഐ വൈ ഈക്വൽ ടു കെ ആർ വൈ ഈക്വൽ ടു കെ ടി വൈ. രണ്ട് രീതി പറയാം. ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ ആണെങ്കിലേ നമ്മൾ മുമ്പേ എഴുതിയ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് കെ ഐ വൈ കമ്പോണന്റ് ഈക്വൽ ടു കെ ആർ വൈ കമ്പോണന്റ് ഈക്വൽ ടു കെ ടി വൈ കമ്പോണന്റ് ഈക്വൽ ടു ആണെങ്കിൽ ഇത് മൂന്നും അങ്ങനെ ആയാൽ മാത്രമേ ഏത് കെ ഐ ആർ ഡോട്ട് ആർ ഈക്വൽ ടു കെ ആർ ഡോട്ട് ആർ ഈക്വൽ ടു കെ ടി ഡോട്ട് ആർ ഈക്വൽ ടു ആവും. ഇല്ലെങ്കിൽ പറയാം ഇത് ഒന്നും പറയണ്ട, ഇക്വേഷൻ എഴുതിയാ കേട്ടോ, നിങ്ങളൊന്നും പറയണ്ട. അതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാണ് ഇതിങ്ങനെ എഴുതി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇഫ് വൈ ഈക്വൽ ടു 0. വൈ 0 ആകുമ്പോൾ ഇതിന് എന്നാ പറ്റും? എക്സ് കെ ഐ എക്സ് ഈക്വൽ ടു എക്സ് കെ ആർ എക്സ് ഈക്വൽ ടു എക്സ് കെ ടി എക്സ്. ഇനി അതുപോലെ തന്നെ ഡിവൈഡ് ബൈ എക്സ് കൊടുത്താലോ? കെ ഐ എക്സ് കമ്പൗണ്ട് ഈക്വൽ ടു കെ ഐ വൈ കമ്പൗണ്ട് തന്നെ ആയിരിക്കും. അത് കെ ടി സെറ്റ് കമ്പൗണ്ട് തന്നെ ആയിരിക്കും. ഇതാണ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ. വേണമെങ്കിൽ ഇതിനെ 34 ഇതിനെ 35 കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, വൈ കമ്പോണന്റിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഇൻസിഡന്റ് തന്നെ ഈക്വൽ ആയിരിക്കും. വൈ കമ്പോണന്റിന്റെ റിഫ്ലക്ഷന്റെ പ്രൊപ്പഗേഷൻ കമ്പോണന്റ് അതും ഈക്വൽ ആയിരിക്കും വൈ കമ്പോണന്റിന്റെ ട്രാൻസ്മിഷന്റെ കമ്പോണന്റ്. ഇതല്ലേ അതിന്റെ അർത്ഥകാരി? ഹരി ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്നാ കിട്ടിയേ? സോ ദ എക്സ് കമ്പോണന്റ് ഓഫ് ദ ഇൻസിഡന്റ് വേവ് ആൻഡ് the reflected wave and the transmitted wave of the propagation vector is same. Then we can write it as ki dot r equal to kr dot r equal to kt dot r at z is equal to 0.
നൗ നമ്മളാണെങ്കിൽ നമ്മളുടെ ഒപ്റ്റിക്സിലൊക്കെ 3 ലോ പറയും അല്ലേ? ഒന്നാമത്തെ ഇക്വേഷൻ ഒപ്റ്റിക്സിലെ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നാന്ന് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഒപ്റ്റിക്സിൽ പറയുന്ന ലോ പോലെ തന്നെ 1 സെക്കൻഡ്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ മൊബൈൽ ഒന്ന് തുറന്നു കൊടുത്തോട്ടെ. എന്തോ വാക്സിനേഷൻ ബുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. ഹലോ ബില്ലേ, 1 മിനിറ്റ്. ഓക്കെ സാർ. എന്തോ ഇന്ന് 18 വയസ്സ് കഴിഞ്ഞവരുടെ വാക്സിൻ ഇല്ലേ? അത് നിങ്ങൾ നോക്കുന്നുണ്ടോ? ഹലോ കേൾക്കാലോ? ഹലോ കേൾക്കാം സാർ. നമ്മള് ഇവിടെ ആക്ച്വലി നമ്മൾ ഈ എന്നാ ഞാൻ പറഞ്ഞ റിഫ്ലക്ഷന്റെ കാര്യമല്ലേ? റിഫ്ലക്ഷന്റെ കേസിൽ നമ്മൾ ആദ്യം പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ. അതിനാന്ന് ഓർക്കുന്നുണ്ടോ? അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അത് വരയ്ക്കുന്ന നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. സെക്കൻഡ് ലോ ആയിട്ട് നമ്മൾ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നൗ in this case there are also 3 fundamental geometrical optical laws using electrodynamics. അതിലെ ഫസ്റ്റ് ലോ ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ the incident, reflected and transmitted wave vectors form a plane. അതായത് അതെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഫോം എ പ്ലെയിൻ and that is called plane of incidence. Which also include the normal of the surface. Which also include the normal of the surface. ഇതെല്ലാം ഞാൻ മുമ്പേ സിംപ്ലി പറഞ്ഞേ, ഇത് വെച്ചങ്ങ് ഓർത്തിരുന്നാൽ മതി. ഇൻസിഡന്റ് റേ, റിഫ്ലക്ടർ, ലോ ഓഫ് റിഫ്ലക്ഷൻ പോലെ പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലോ എന്ന് എഴുതിയാൽ മതി. ഇതൊന്നും എഴുതിയാക്കല് ഫസ്റ്റ് ലോ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഹെഡിങ് പോലെ സബ് ഹെഡിങ് പോലെ നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് കൊടുത്തു ലോ ഓഫ് ഓർ ലോസ് ഓഫ് ജോമെട്രിക്കൽ optics using electrodynamics. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഈ നോർമൽ ആയിട്ട് എടുക്കുന്ന ആക്സിസ് ഏതായിരിക്കും? ഇപ്പൊ XY പ്ലെയിൻ ആണെങ്കിൽ Z ആക്സിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുവാണെങ്കിൽ
Z is the normal plane എടുത്തോട്ടോ. ഇനി ഒരു ലോയോട് അതിനകത്ത് പറയാൻ പറ്റുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ തീറ്റ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ റിഫ്ലക്റ്റഡ് സൈൻ തീറ്റ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടി സൈൻ തീറ്റ ടി. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ജിയോമെട്രിക്കൽ ഒപ്റ്റിക് യൂസിങ് ഇലക്ട്രോഡൈനാമിക്സ്. ഈ ലോ ക്ലിയർ അല്ലേ? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ട്രാൻസ്മിറ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. ഇത് മൂന്നും ഒരു പ്ലെയിൻ ഉണ്ടാക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലെയിൻ ഓഫ് ഇൻസിഡന്റ്. അങ്ങനെയാണെങ്കിൽ കെ ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കെ ആർ സൈൻ തീറ്റ ആർ ഈസ് ഈക്വൽ ടു കെ ടി സൈൻ തീറ്റ ടി. നമ്മൾ ഒപ്റ്റിക്സിന്റെ കേസിൽ പിടിച്ച ഒരു ആംഗിൾ ഓഫ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ആറിന് പകരം ഇവിടുത്തെ കേസിൽ കെ ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കെ ആർ സൈൻ തീറ്റ ആർ ഈസ് ഈക്വൽ ടു കെ ടി സൈൻ തീറ്റ ടി. ഇസ് ഇറ്റ് ക്ലിയർ അർത്ഥന? ക്ലിയർ ആണ് സർ. സെക്കൻഡ് ലോ സെയിം തന്നെ. ദ ലോ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു നിങ്ങൾ വേർഡ്സ് എഴുതി കേട്ടോ. Sorry, the angle of incidence is equal to the angle of reflection. That means theta and incident തന്നെ ആയിരിക്കും തീറ്റ ആർ. അപ്പം നമ്മൾ മുമ്പേ വരച്ച പടത്തിൽ ഞാൻ ശരിക്കും കൃത്യമായിട്ടാണ് വരച്ചത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലോ ഉണ്ട്. ഈ ആംഗിൾ എത്രയാണോ ആ ആംഗിൾ ആയിരിക്കും ഈ ആംഗിൾ. Then the third law, that is similar as our Snell's law. Snell's law ഓർക്കുന്നുണ്ടോ ബിനിൽ? Snell's law sin I by sin R I by sin R equal to N2 by N. ഒന്നുമില്ലെന്നേ, വളരെ എളുപ്പമായി. ഇതും സൈൻ കാരണം ഐ എന്നുള്ളിടത്ത് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് അല്ല ഐ ബൈ സൈൻ കടന്നു പോയത് റിഫ്രാക്ട് ചെയ്ത് പോയത് ട്രാൻസ്മിറ്റഡ് വേവ് ആണ് ഈക്വൽ ടു N2 by N1. ഇനി അപ്പം ഇവിടെ തീറ്റ ടൈമിൽ എഴുതാൻ പറ്റുള്ളൂ സൈൻ തീറ്റ ഐ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ടി ഇസ് ഈക്വൽ ടു N2 by N1 ഓർ തിരിച്ചിട്ടേ സൈൻ തീറ്റ ടി ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഐ ഈക്വൽ ടു N1 by N2. ഇതാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ സ്നെൽസ് ലോ അറിയാമെങ്കിൽ അതേ നിങ്ങൾ എഴുതി പോരാലോ. ശരിയല്ലേ? Vinil, is it clear? സൈൻ ഐ ബൈ സൈൻ ആർ ഓർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ഇൻസിഡന്റ് അവിടെ തീറ്റ ആയി, ഇവിടെ റിഫ്ലക്റ്റഡ് അല്ല റിഫ്രാക്റ്റഡ് അടുത്ത മീഡിയത്തിലേക്ക് പോയതായി, ഇവിടെ അത് ട്രാൻസ്മിറ്റഡ് ആയി. N2 എന്ന് പറഞ്ഞാൽ N2 by N1. ഇതിനെ ഇങ്ങനെ എഴുതിയാലും പൂർണ്ണമായിട്ടും ശരിയാണ്. പിന്നെ ടെക്സ്റ്റ് കിടക്കുന്നതായിട്ട് നിങ്ങൾ വേവലാതിപ്പറല്ലേ, ഇത് തെറ്റാണോ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തലതിരിച്ച് എഴുതുന്നുള്ളൂ. ടി മോളി വരുത്തി മൊത്തം സൈൻ തീറ്റ ടി ബൈ സൈൻ തീറ്റ ഐ ഇസ് ഈക്വൽ ടു N1 by N2. ഓക്കെ.